നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അവണിശ്ശേരി യൂണിറ്റിന്റെ 6ാമത് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും ഡിസംബർ 17 ഞായറാഴ്ച രാവിലെ 9:30 പാലിശ്ശേരി ഗുരുശ്രീ വിദ്യാനികേതൻ സ്കൂളിൽ വെച്ച് നടക്കും. നാട്ടിക MLA CC മുകുന്ദൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക് കോളേജിൽ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ SFIക്ക് വിജയം. വെള്ളിയാഴ്ച നടന്ന ചെയർമാൻ സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 248 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് SFI വിജയിച്ചത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന ധീര 2023-24 പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ P. മീര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അവണിശ്ശേരി യൂണിറ്റിന്റെ 6ാമത് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും ഡിസംബർ 17 ഞായറാഴ്ച രാവിലെ 9:30 പാലിശ്ശേരി ഗുരുശ്രീ വിദ്യാനികേതൻ സ്കൂളിൽ വെച്ച് നടക്കും. നാട്ടിക MLA CC മുകുന്ദൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സെൻട്രൽ കമ്മിറ്റി രക്ഷാധികാരി പത്മശ്രീ ഡോക്ടർ TA സുന്ദർ മേനോൻ മുഖ്യപ്രഭാഷണം നടത്തും. ചികിത്സാ സഹായ വിതരണം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ നിർവഹിക്കും. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C. നരേന്ദ്രൻ അരിക്കിറ്റുകളും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും വിതരണം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 6ാം വാർഷികവും വാർഷിക സമ്മേളനവും കുടുംബയോഗവും 17-ാം തീയതി ഞായറാഴ്ച ശ്രീ ഗുരുശ്രീ വിദ്യാനികേതൻ പാലിശ്ശേരി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അതായത് ആ യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട നാട്ടിക MLA CC മുകുന്ദൻ അവർകളാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പത്മശ്രീ ഡോക്ടർ TA സുന്ദർ മേനോൻ അവർകളാണ്. കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C. നരേന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് മെമ്പർ, മറ്റുള്ള അനവധി ആളുകളും ഇതിൽ പങ്കെടുക്കുന്നു. പ്രസിഡന്റ് PK ചന്ദ്രൻ പുറത്താള, സെക്രട്ടറി R. രമേശൻ, ജോയിന്റ് സെക്രട്ടറി VK ആന്റണി, ട്രഷറർ AG മാധവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക് കോളേജിൽ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ SFIക്ക് വിജയം. വെള്ളിയാഴ്ച നടന്ന ചെയർമാൻ സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 248 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് SFI വിജയിച്ചത്. ES ശ്രേയസ് കുമാർ ചെയർമാൻ, TS റിജിൻ സാജ് വൈസ് ചെയർമാൻ, TV അനഘ ലേഡി വൈസ് ചെയർപേഴ്സൺ, അബ്ദുൽ ഹക്ക് ജനറൽ സെക്രട്ടറി, എനൂഷ് ആന്റണി ആർട്സ് ക്ലബ് സെക്രട്ടറി, അമൽദേവ് PUC, KA ആരോമൽ മാഗസിൻ എഡിറ്റർ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് SFIയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന ധീര 2023-24 പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ P. മീര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അത്രയും മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ്. അത്രയും കാലങ്ങളായി പരിചയമുണ്ടായ അവര് സ്നേഹത്തിലായിരുന്നു എന്ന് പറയുന്നത് ഒരു പുരുഷൻ വിവാഹം കഴിക്കണമെങ്കിൽ എത്രയോ നമ്മൾ പോലും കേട്ടാൽ ബോധം കേട്ട് പോകുന്ന അത്രയും കാര്യമാണ് ആ പയ്യന്റെ വീട്ടുകാരെ ആവശ്യപ്പെട്ടത്. ഇത്രയും സ്വർണം, ഇത്ര സ്വത്ത്, പിന്നെ എന്തോ വലിയ വാഹനം ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പം അതിനെ പ്രതിരോധിക്കാനൊന്നും ആ പെൺകുട്ടിക്ക് പറ്റിയില്ല. ഇത്രയധികം വിദ്യാഭ്യാസമില്ല ഒരു പെൺകുട്ടി. കുറെ ദിവസം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അത് വായിച്ചിട്ട്. കാരണം ഞാൻ വിചാരിക്കുന്നത് എല്ലാ പെൺകുട്ടികളും നല്ല വിദ്യാഭ്യാസം നേടണം, നല്ല ഒരു പദവിയിൽ എത്തണം. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? എല്ലാവർക്കും നല്ല ലക്ഷ്യങ്ങൾ പെൺകുട്ടികൾക്ക് ഉണ്ടാകണം. നന്നായി പഠിക്കണം, നല്ല ജോലി സമ്പാദിക്കണം. പക്ഷെ ആ സമയത്ത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മോശമായ കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം. പെൺകുട്ടികൾക്കെതിരെയുണ്ടാകുന്ന ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ പ്രതിരോധിക്കുന്നതിന് പെൺകുട്ടികളെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് ധീര. 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള 100 പെൺകുട്ടികൾക്കായി ഡിഫൻസ് ക്ലാസും സൈക്കോളജിക്കൽ ബോധവൽക്കരണ ക്ലാസുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്.
പിന്നെ കാലിന്റെ ടോപ്പ് ഈ ഭാഗം ഇല്ലേ, അതൊക്കെ നമുക്ക് ആയുധമായിട്ട് ഉപയോഗിക്കാം. മനുഷ്യ ശരീരത്തില് ഈ ആയിട്ടുള്ള ഭാഗം അത് എവിടെ പ്രയോഗിക്കുന്നത്? നമുക്ക് ആയുധങ്ങൾ കയ്യിൽ ഉണ്ടായാൽ മതിയോ? അത് നമുക്ക് കൊടുത്താൽ കിട്ടുന്നവർക്ക് കിട്ടിയെന്നൊരു തോന്നലുണ്ടാവണം, കൊടുത്തവർക്കൊരു സംതൃപ്തി ഉണ്ടാവണ്ടേ, വേണ്ടേ? അപ്പൊ എവിടെ ഉപയോഗിച്ചാലാണ് നമുക്ക് നല്ലൊരു വേദന കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ എതിരാളിനെ ഒന്ന് കുറച്ച് സമയത്തേക്ക് ഒന്ന് പരാജയപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ അവരൊന്ന് തളർത്തി കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഓടി രക്ഷപ്പെടണം. എന്താണെന്ന് പറയും ഇതിന്റെ ഒരു തിയറി. അക്രമി പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ഏറ്റവും ബലമുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ആത്മവിശ്വാസമുള്ള ഒരു ഭാഗം, ഒരു അവയവം ഉപയോഗിച്ച് അക്രമിയുടെ വീക്കായിട്ടുള്ള ഭാഗത്ത്, അതായത് ഏറ്റവും വീക്കായിട്ട് അവർക്ക് ഏറ്റവും പെയിൻ കിട്ടുന്ന ഒരു ഭാഗത്ത് നമ്മൾ ശക്തമായിട്ട് പ്രഹരമേൽപ്പിച്ച് ഓടി രക്ഷപ്പെടാം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ശ്രീവിദ്യ S മാരാർ പദ്ധതി വിശദീകരണം നടത്തി. GSCPO ജിജി സെൽഫ് ഡിഫൻസ് ക്ലാസ് നടത്തി. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ KS, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസ് ഉദ്യോഗസ്ഥർ, തളിക്കുളം ICDSന് കീഴിലുള്ള സൈക്കോ സോഷ്യൽ കൌൺസിലർമാർ എന്നിവർ സംസാരിച്ചു. കായിക യുവജനകാര്യ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി നാട്ടിക നിയോജക മണ്ഡലത്തിലെ വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പദ്ധതി നടത്തിപ്പിന്റെ ആരംഭത്തിനായി CC മുകുന്ദൻ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കളിക്കളം ഒരുക്കാൻ ലക്ഷ്യമിട്ട കായിക യുവജനകാര്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം. കളിക്കളങ്ങളില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ ആധുനിക നിലവാരത്തിലുള്ള കളിക്കളങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും പ്രാപ്യമായ രീതിയിൽ ലഭ്യമാക്കും. കുറഞ്ഞത് ഒരേക്കർ സ്ഥലത്ത് 1 കോടി രൂപ ചെലവിലാണ് ഓരോ കളിക്കളങ്ങൾക്കുമുള്ള ഡിസൈൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിൽ 50 ലക്ഷം രൂപ കായിക വകുപ്പ് മുടക്കും. MLA ഫണ്ട്, തദ്ദേശ സ്ഥാപന ഫണ്ട്, CSR, പൊതു സ്വകാര്യ പങ്കാളിത്തം തുടങ്ങിയവയിലൂടെ ബാക്കി തുക കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് MLA പറഞ്ഞു. സ്കൂൾ ഗ്രൗണ്ട്, പഞ്ചായത്ത് മൈതാനം, പൊതു ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പദ്ധതി നടപ്പാക്കുന്നത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല. ഗ്രൗണ്ട് സന്ദർശനത്തിൽ MLAയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രേയസ് CG, പ്രൊജക്ട് എഞ്ചിനീയർ രഞ്ജിത്ത് PC, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജയ് ഘോഷ്, മണിലാൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാസ്റ്റർ, PTA പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട്, കിഷോർ വാഴപ്പിള്ളി, കണ്ണൻ വലപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. തൃപ്രയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷം തുടങ്ങി. ഡിസംബർ 15 മുതൽ ജനുവരി 15 വരെ നീണ്ടുനിൽക്കുന്ന ട്രീ ഗിഫ്റ്റ് സമ്മാന പെരുമഴയിൽ 1 പവൻ മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഇഷാരയുടെ ക്രിസ്തുമസ് ട്രീയിൽ നിന്നുമുള്ള സമ്മാന കൂപ്പൺ വഴി കൈനിറയെ സമ്മാനങ്ങൾ നൽകുന്നു. ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഇഷാരയുടെ ക്രിസ്മസ് ട്രീയിൽ നിന്നുമുള്ള സമ്മാന കൂപ്പൺ വഴി കൈനിറയെ സമ്മാനങ്ങൾ സ്വന്തമാക്കാനാണ് അവസരം ഒരുക്കിയിട്ടുള്ളത്. ആദ്യ സമ്മാന വിജയികളായ രാഹുൽ മോഹൻ കൈപ്പമംഗലം, അരുൺ തളിക്കുളം, മുന്താസ് കൊടുങ്ങല്ലൂർ എന്നിവർക്ക് ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ, MD സാഗർ പോട്ടയിൽ, PRO ഉബൈദു, ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഈ കടന്നു പോകുന്ന 2023 വർഷത്തിൻ്റെ ആവശ്യത്തിൻ്റെയും വരാൻ പോകുന്ന 24 ന്യൂ ഇയറിൻ്റെയും ആവശ്യം കൊണ്ടുകൊണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെയുള്ള പർച്ചേസുകളിൽ 1 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ നൽകുന്നതാണ്. എല്ലാ കസ്റ്റമേഴ്സിനും ഇഷാര PRO ഉബൈദോ നന്ദി പറഞ്ഞു. ഇഷാരയുടെ പുതിയ കളക്ഷൻ കാണാനും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഉപഭോക്താക്കളെ മാനേജ്മെന്റ് ക്ഷണിക്കുകയും ചെയ്തു. ഡിസംബർ 15 മുതൽ ജനുവരി 15 വരെയുള്ള 1 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു സ്പെഷ്യൽ ക്രിസ്മസ് സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നതാണ്. ഏവർക്കും ഇഷാരയുടെ
മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. തൃശൂർ എടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു. എടക്കളത്തൂർ സ്വദേശി 68 വയസ്സുള്ള ചന്ദ്രമതിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. കുടുംബവഴക്കിനിടെ മകൻ 38-കാരനായ സന്തോഷ് അമ്മ ചന്ദ്രമതിയെ വെട്ടുകത്തികൊണ്ട് വെട്ടുകയായിരുന്നു. തലയ്ക്കും താടിക്കുമാണ് വെട്ടേറ്റത്. വെട്ടിയ ശേഷം സന്തോഷ് തന്നെയാണ് വിവരം പേരാമംഗലം പോലീസിനെ വിളിച്ചറിയിച്ചത്. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ചന്ദ്രമതി രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഉടൻ പോലീസ് ആംബുലൻസ് വിളിച്ച ചന്ദ്രമതിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ 3 മണിയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സന്തോഷിനെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സന്തോഷിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിലെ ആനുവൽ സ്പോർട്സ് മീറ്റ് നടന്നു. സ്റ്റേറ്റ് ത്രോബോൾ ചാമ്പ്യൻ ആദിദേവ് വി ജിനേഷ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് നെറ്റ്ബോൾ ചാമ്പ്യൻ ആയിഷ ഐറിൻ സ്പോർട്സ് മീറ്റിന് ദീപശിഖ കൊളുത്തി. സ്പോർട്സ് ചാമ്പ്യൻ റസൽ ഹാരിസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് ക്യാരംസ് പ്ലെയർ നന്ദിത കെ വി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സ്പോർട്സ് വൈസ് ക്യാപ്റ്റൻ കുമാരി കെ എസ് സ്നേഹ, പ്രിൻസിപ്പൽ അഭിലാഷ് കെ ആർ, കറസ്പോണ്ടന്റ് ധനജ സലീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീജ ബോസ്, ഫതുവ പല്ലിശ്ശേരി ഇലിയാസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ CNG ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച് ഒരാൾ മരിച്ചു. പെരിങ്ങാവ് മേലുവളപ്പിൽ പരേതനായ രാമകൃഷ്ണൻ മകൻ പ്രമോദാണ് മരിച്ചത്. ഗാന്ധിനഗറിലാണ് സംഭവം. ഗാന്ധിനഗറിലാണ് സംഭവം. CNG ഇന്ധനത്തിലോടുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് വലിയ രീതിയിൽ തീ ഉയരുകയായിരുന്നു. ആത്മഹത്യയാണെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചു. ഓട്ടോയിലുണ്ടായിരുന്നയാൾ വെന്തു മരിക്കുകയായിരുന്നു. ആളൊഴിഞ്ഞ ഇടറോഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് കത്തി അമർന്നത്. സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ആളൊഴിഞ്ഞ സ്ഥലമായതിനാൽ തീ മറ്റിടങ്ങളിലേക്ക് പടർന്നില്ല. AKTA വല്ലച്ചിറ യൂണിറ്റ് കൺവെൻഷൻ 17-ാം തീയതി രാവിലെ 10 മണിക്ക് വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടക്കും. മണ്ണുത്തി ഏരിയ പ്രസിഡന്റ് രാജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5730 രൂപ, പവന് 45,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അവണിശ്ശേരി യൂണിറ്റിന്റെ 6ാമത് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും ഡിസംബർ 17 ഞായറാഴ്ച രാവിലെ 9:30 പാരിശ്ശേരി ഗുരുശ്രീ വിദ്യാനികേതൻ സ്കൂളിൽ വെച്ച് നടക്കും. നാട്ടിക MLA CC മുകുന്ദൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക് കോളേജിൽ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ SFIക്ക് വിജയം. വെള്ളിയാഴ്ച നടന്ന ചെയർമാൻ സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 248 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് SFI വിജയിച്ചത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന ധീര 2023-24 പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ P. മീര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.